കൂൺ കിട്ടി. നല്ല കൂണാ നമ്മളെ ഹൗ ഡു യു. ഇനി പറയൂ, നീ ആസ്വദിക്കണില്ല എന്ന്. കൂൺ കിട്ടിയില്ലേ? കൂണോട് കൂൺ. ഇതുകൊണ്ട് ഒരു വെള്ളക്കൂണ് നിൽക്കണേ. ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് പറിക്കാതെ പോവുക ഞങ്ങൾ കൂണ് നിറഞ്ഞു വന്നപ്പോൾ ആ കൂണ് മുഴുവൻ ഒരു ആമ തിന്നുന്നേക്കുന്നു. നോക്ക്, ഇതൊരു ആമയല്ലേ? അല്ലേ മോളെ? വലിയൊരു കൂണായിരുന്നു, പക്ഷേ ആ കൂണിന് ഒരു ആമ ഇരുന്ന് തിന്നുന്നുണ്ടോ? ഇത് ആമ അല്ലേ? ആദ്യമായിട്ടോ കാട്ടിലൊരു ആമയെ കാണുന്നേ. ഇതിനാണ് നമ്മൾ കാട്ടാമ എന്ന് പറയുന്നത്. അരയാമയാണോ? ഇത് എന്നാമയായത്? ഇത് വാവ്, അതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ കൂണുകൾ. ആ സമയത്ത് നിൽക്കണം അവിടെ. ഇഷ്ടം പോലെ പിടിച്ച നമ്മളെ ഇത് ഉണ്ടോ? ഞങ്ങൾ കൂൺവേട്ടയ്ക്ക് ഇറങ്ങിയതാ, പക്ഷെ ധാരാളം കാണുന്നത് നോക്ക്. പിടിച്ച നമ്മളെ നോക്ക്. ഇതൊക്കെ നല്ലതാണ്, ഞങ്ങൾ പറിച്ചില്ല. ഇനി നോക്ക്, നോക്ക്. ഇതൊക്കെ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുന്ന കൂണാണ്. നമുക്കുള്ളത് നമുക്ക് കിട്ടി. ഇത് ഭക്ഷിക്കാൻ ആരായിരിക്കും? ഉറുമ്പ്, പ്രാണികൾ മുതലായവ. ഇത്രയും തരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല രണ്ടെണ്ണം കൂടി കുത്തി വെക്കണ്ടേ? കളർഫുൾ കൂൺ. ഞങ്ങൾ കൂണ് തേടി യാത്ര പോവുകയാണ്. അരിക്കൂണല്ല കേട്ടോ, ഇത് കൊള്ളില്ലാത്ത കൂണാണേ. ഞങ്ങള് ഒരു കൂണുങ്ങളുടെയും കണ്ടു. അപ്പൊ ഇവിടെ വേറെയും കാണുമായിരിക്കൂല്ലേ മോളെ? ഞാൻ കണ്ടുപിടിച്ച കിടങ്ങ. ഇത് അമ്മോള് കണ്ടുപിടിച്ച കൂണാണേ. ഒറിജിനൽ കൂണാണോ? ഞങ്ങള് വീണ്ടും ഇതിന് വേറെ സ്ഥലം, ഞാൻ വേറെ കൂണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു കയറിയതാണേ. സന്തോഷമായി. പറിച്ചോ മോളെ? ഇത് അത് ചെറുതല്ലേ നമ്മുടെ. അതിന് അത്രയേ ഉള്ളതിന്. എന്നാലും ഫ്രഷ് ആണോ നോക്കിയൊക്കെ. പുഴുവൊന്നും ഇല്ലല്ലോ. ഫ്രഷ് എങ്ങനെ അറിയാം? പുഴുവുണ്ടെങ്കിൽ. പുഴുക്കളൊന്നുമില്ല, പക്ഷെ വിടർന്നു ഇരിക്കുക. പിന്നെ വിടരണ്ടേ കൂടിന്? അങ്ങനെയല്ല, വിടർന്നിൽ നിന്നും വിടർന്നിരിക്കുക. ഓക്കെ, സന്തോഷമായി. എന്നാലും വീണ്ടും കൂണാണല്ലോ. അയ്യോ, ചീഞ്ഞു പോയോ? അതെ, ഇതൊന്നും നല്ല കൂണല്ല കേട്ടോ. കണ്ടോ കുറേ കൂണ് നിൽക്കുന്നേ. ഇതുണ്ടോ കുറേ കൂണ്, പക്ഷേ ഇവർ ചീഞ്ഞു പോയതാണേ. നല്ല കൂണായിരുന്നെന്ന് തോന്നുന്നു, പക്ഷേ അയ്യോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയി. എക്സ്പയർഡ്. ഇത് കണ്ടോ, ഇത് കൊള്ളില്ലാത്തയാ. ഇത് നല്ലതല്ല. ഇത് നല്ലതാണോ? അല്ലാന്നേ, നമുക്കറിയാം, എനിക്കറിയാം കൂണൊക്കെ. കണ്ടോ കൂണ്? ഇനി കൂണ് കിട്ടിയില്ല ഇവിടെ വന്നിട്ടൊന്നും വേണ്ട. കൂണ് ഇഷ്ടം പോലെ കിട്ടി. നമ്മൾ വന്നതിന് എന്ത് കണ്ടോ ഞങ്ങള് കൂപ്പില് ഇത്രയും കാട്ടിക്കൂടെ വന്ന് ദേ നിക്കുന്നു. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ആദ്യമായിട്ട് അതേ നിൽക്കണ ഒരു ചക്കരക്കുട്ടൻ. നമ്മള് കൂടെ സന്തോഷമായി. ആദ്യം നീ പറിക്കേ, വരണം. പിന്നെ ഇളക്കി എടുക്കണം, എന്റെ വേര് കളയില്ല. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ അടിയിന്ന് പൊട്ടിക്കരുതേ. കണ്ടോ, നമ്മള് തേടി വന്നപ്പോ കിട്ടിയല്ലോ മോളെ. ഇന്നത്തെ ആണോന്ന് ഉദ്ദേശിച്ചത്? അതെ, ഫ്രഷാ, കണ്ടറിയാം. എനിക്ക് അറിയില്ല, ഞാൻ ഇത് പിടിക്കേ. അയ്യോ, നമ്മള് പോകാൻ പോയതായിരുന്നു. കൂണ് പറിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഈ കാട്ടിക്കൂടെ വന്നേ. ഇത്രയും സഞ്ചരിച്ചിട്ട് ഈ കൂണ് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം. പയ്യെ നോവിക്കാണ്ട്. അയ്യോ, പൊട്ടി. അതെ, പൊട്ടിക്കാനായിരുന്നു ഞാൻ പൊട്ടിക്കില്ലേ. ഞങ്ങളീ പറമ്പ്, ഞങ്ങൾ ഈ കൂപ്പിൽ എന്തിനാന്ന് വന്ന എല്ലാവർക്കും കൂണ് കിട്ടും. അപ്പോൾ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി പരീക്ഷിച്ച് വന്നതാ. കിട്ടി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ കൈ കൊണ്ട് എനിക്കിത് പറിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഈ കൂണ് തോരൻ കൂട്ടി കഴിക്കും. ഞാൻ അടുത്തതിനെ പറിക്കട്ടെ. ഞങ്ങളിവിടെ അടുപ്പ് കൂട്ടി. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അടുത്തത് എനിക്ക് തന്നെ ഓർമ്മ പറിക്കാൻ വേണ്ട. നിനക്കതിന് പൊടിച്ചോളിന്നല്ലേ പറഞ്ഞത്. ഇത് വലുതായിരിക്കൂലേ? പാത്തുവിനെ കാണിക്കാം.
പതു കണ്ടോടി, ഞങ്ങൾ ഉടുമ്പന്നൂരിലെ കൂണ് കണ്ടോടി. അതെ, നിങ്ങൾക്ക് ജാതിത്തോട്ടത്തിലല്ലേ ഇത്, ഞങ്ങൾക്ക് കൂപ്പിൽ വനത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വനത്തിൽ വന്നിത് പറിച്ചു. പേടിച്ച് അയ്യേ. ഓ പൊട്ടി ഒച്ച കിട്ടും. ആ അതെ, പൊങ്ങി പൊങ്ങി വരുന്നേ. ടടൻ. ഇവിടെ ഇരിക്കുക. അടുത്ത ഞാൻ പറയാം. അത് ഇളക്കി പറിക്കണം. ജീൻസ് കാരണം പറിക്കാൻ പറ്റുന്നില്ല. അവൾ വെള്ളത്തിൽ ചാടി നനഞ്ഞ് ഇരിക്കുക. അങ്ങനത്തെ കൂട്ട് മണ്ണല്ല, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ പറിച്ചോളാം. വേണ്ട. ആ കിട്ടി. ആ ചെറിയൊരു പൊട്ടൽ വരും ഏറ്റവും. ഇല്ല പൊട്ടൂല. സാരമില്ല, അത് കളയേണ്ട സ്ഥലമല്ലേ.